കോമൺ ആയിട്ട് കാണാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ കോമൺ കോൾഡിനെയും അലർജീനെയും കൂടെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥ. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യാദേവി. നമുക്ക് കോമൺ കോൾഡ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും മൂക്കൊലിപ്പ് വന്നിട്ട് പതുക്കെ അത് കളർ ചേഞ്ച് ചെയ്ത് ഒരു മഞ്ഞ കളർ അങ്ങനെയൊക്കെ മാറിയിട്ട് വിത്തിൻ ഫ്യൂ ഡേയ്സ് അത് മാറുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും കോമൺ കോൾഡ് വരുന്ന സമയത്ത് നമുക്ക് തൊണ്ടവേദനയോ ദേഹം വേദനയോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ടെമ്പറേച്ചറും ഉണ്ടാവാറുണ്ട്. ഇനി അലർജിക് സ്നീസിങ് ആണ് നമുക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള തുമ്മലും കാര്യങ്ങളും ആണെങ്കിൽ നമ്മൾ തുമ്മുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ പോലെയുള്ള ഇറിറ്റേഷൻസ് അതിൻ്റെ കൂടെ ഉള്ളതായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ നമുക്ക് ത്രോട്ട് പെയിനോ അല്ലെങ്കിൽ ബോഡി പെയിനോ ടെമ്പറേച്ചറോ ഒന്നും ഇതിൻ്റെ കൂടെ ഉണ്ടാവാറില്ല. മൂക്കിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് വെള്ളം പോലെ ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു അലർജിക് ടൈപ്പ് ഓഫ് സ്നീസിങ് ഒക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അത് നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയാനായിട്ട് പാടില്ല. അത് മാറും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കാനായിട്ട് പാടില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഗ്രാജുവലി സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് വളരെ അധികമാണ്. പലരും പലപ്പോഴും പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു മാറുന്നില്ല എന്നൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് കൊണ്ട് നടക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്, അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്.